വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന സെക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസും ചില കൺസെപ്റ്റ്സുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, if 5 balls cost rupees 28, what do 15 balls cost? വളരെ ലളിതമായ ചോദ്യമാണ്. 5 ബോളുകൾക്ക് 28 രൂപയാകുമെങ്കിൽ 15 ബോളുകൾക്ക് എത്ര രൂപയാകും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ 2-3 മാർഗങ്ങളുണ്ട്. നമ്മൾ ഓരോ മെത്തേഡും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്ന കാര്യം, 5 ബോളുകളുടെ വില 28 ആകുമ്പോൾ 15 ബോളുകളുടെ വില എന്നുള്ളതാണ്. അതായത് ബോളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ വിലയും കൂടും. So which means that this proportion is in direct. This is in direct proportion. കാരണം എണ്ണം കൂടുമ്പോൾ വിലയും കൂടുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഒരേ ടൈപ്പ് ഓഫ് എലമെൻസിനെയാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. സോ 5 balls is to 15 balls should be equal to 28 is to നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് എന്ന് കൊടുക്കും. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ദ റിലേഷൻ. 5 ബോളുകളുടെ വില 28 ആകുമ്പോൾ 15 ബോളുകളുടെ വില എന്താകുന്നു എന്നുള്ളതാണ് ചോദ്യം. സോ ഒരേ ടൈപ്പ് ക്വാണ്ടിറ്റിയെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 5 ബോളുകളും 15 ബോളുകളും തമ്മിലുള്ള റേഷ്യോയും 28 രൂപയും 5 ബോളുകളുടെ വിലയും 15 ബോളുകളുടെ വിലയും തമ്മിലുള്ള റേഷ്യോയും എപ്പോഴും സെയിം ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഓഫ് റിലേഷൻ നമ്മൾ യൂസ് ചെയ്തത്. സോ അതുകൊണ്ട് 5/15 should be equal to 28/x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ this should be equal to 5x. ഇങ്ങനെയും ക്രോസ് മൾട്ടിപ്ലൈ 5x should be equal to 15 into 28. So x should be equal to 15 into 28 by 5, which should be equal to, cancel ചെയ്യുമ്പോൾ 3, so which should be equal to 84. അതായത് 5 ബോളുകളുടെ വില 28 ആണെങ്കിൽ 15 ബോളുകളുടെ വില 84 ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ 5ൻ്റെ 3 ഇരട്ടിയാണ് 15. ഓക്കെ, സോ 5 ബോളുകളുടെ വിലയുടെ 3 ഇരട്ടി ആയിരിക്കണം 15 ബോളുകളുടെ വില. ഓക്കെ, അങ്ങനെയാണ് 3 ഗുണം 28 എന്ന് കിട്ടിയത്. സോ ദിസ് ഈസ് മെത്തേഡ് 1. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതി. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തത്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ആരോ മെത്തേഡ്. ഓക്കെ, ആരോ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് തന്നിട്ടുള്ള ഒരേ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസിനെ ടേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ സ്റ്റെപ്പ് 1 എപ്പോഴും, കൂടാതെ നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റീസ് ഏറ്റവും ലാസ്റ്റിൽ എഴുതാവും. സോ ഇവിടെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് ഈസ് ബോൾസ്, നെക്സ്റ്റ് ഈസ് കോസ്റ്റ്. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ 5 balls and 15 balls. സോ 5 balls and 15 balls. എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും എഴുതുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 5 ബോൾസിൻ്റെ വില 28 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റീസിന് എക്സ് എന്ന് കൊടുക്കുന്നു, അതെപ്പോഴും ലാസ്റ്റിലേ എഴുതാവൂ. ഓക്കെ, സോ 5 balls and 15. ഇത് തിരിച്ചെഴുതുന്നത് അത്ര എളുപ്പമല്ല നമുക്ക് ചെയ്യാനുള്ള മെത്തേഡിൽ അത്ര എളുപ്പമല്ല. സോ നമ്മൾ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസിനെ ടേബിൾ ഫോമിലാക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റീസിനെ എപ്പോഴും ഏറ്റവും ലാസ്റ്റിൽ മാത്രമേ നമ്മൾ എഴുതാവൂ, അല്ലെങ്കിൽ ടോപ്പ് ബോട്ടത്തിൽ മാത്രമേ നമുക്ക് എഴുതാവൂ. ഓക്കെ,
next step is actually ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഇവിടെ 5 ബോൾസിൽ നിന്ന് 15 ബോൾസിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റും എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. സോ ഇത് തമ്മിലുള്ള റിലേഷൻ ഈസ് ആക്ച്വലി ഡയറക്റ്റ് റിലേഷൻ. 5:15 ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് 28ൽ നിന്ന് എക്സിലേക്ക് ഇൻക്രീസ് ചെയ്ത്, അതായത് ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണ് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരോ നമ്മൾ നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇതിനെ നമ്മൾ റേഷ്യോ ആക്കുക. സ്റ്റെപ്പ് 3 ഇതിനെ നമ്മൾ റേഷ്യോ ആക്കി എഴുതുക. സോ 5:15 ഈസ് ഈക്വൽ ടു 28:x, വിച്ച് ഇംപ്ലൈസ് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/5 15 ഈസ് ഈക്വൽ ടു 28/x എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു 84 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ്. ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് പ്രപ്പോർഷണൽ ആയതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടിയത്. ഇവിടെ ഈ ആരോ ഡിനോട്ട് ചെയ്യുന്നത് ഇത് ഇൻക്രീസ് ചെയ്യുമ്പോഴും കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആരോ എങ്കിൽ ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വൽ മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 men complete a work in 16 days. Then the question is, how many days 8 men need to work to complete the work. Okay, so 2 പേർ 16 ദിവസം ചെയ്യുന്ന ജോലി 8 പേർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും? ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട ഫസ്റ്റ് ഫാക്റ്റ് എന്ന് പറയുന്നത്, ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ വർക്ക് ചെയ്യേണ്ട നമ്പർ ഓഫ് ഡേയ്സ് കുറയുകയാണ് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് മെൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കുറഞ്ഞു വരും. കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ വർക്ക് അവസാനിക്കും. സോ ദിസ് ഈസ് ആക്ച്വലി ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻവേഴ്സ് പ്രപ്പോർഷൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ A ഈസ് ഈക്വൽ ടു 2 ആണ്, B ഈസ് ഈക്വൽ ടു 16 ആണ്. സോ ഇൻവേഴ്സ് പ്രപ്പോർഷൻ്റെ കേസിൽ A ഇൻറ്റു B എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. സോ A ഇൻറ്റു B ഈസ് ആക്ച്വലി 2 ഇൻറ്റു 16 which is equal to 32, which is actually constant. നമുക്ക് ഇനി ഒരു ടേബിൾ ചെയ്ത് നോക്കാം. So this is number of men, this is number of days. Okay, ആദ്യം 2 പേർ 16 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് 4 പേരാണെന്ന് വെച്ചു. ഓക്കെ, 4 പേർ അതേ വർക്ക് കൊണ്ട് എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ 4 പേരുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, ഇതിൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആകുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇതിൻ്റെ ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് 32. സോ 4നെ എന്ത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ 32 കിട്ടുന്നത്, ആ നമ്പർ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. കാരണം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആകുമ്പോൾ AB ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഇവിടെ 4നെ 8 ദിവസം, 32. സോ 2 പേർ 16 ദിവസം കൊണ്ട് ചെയ്യുന്ന അതേ വർക്ക് 4 പേർക്ക് 8 ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി 8 പേരാണ് തരുന്നതെങ്കിൽ നമുക്ക് 8 പേർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ? നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷൻ ഈസ് ആക്ച്വലി 32. അപ്പം 8നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32. സോ 8നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടും. സോ 8 പേർക്ക് 4 ദിവസം കൊണ്ട് അതേ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇനി 16 എടുക്കുകയാണെങ്കിൽ, അപ്പോൾ 16 പേർക്ക് എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും? അപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് 32 കിട്ടണം. സോ 16 പേർക്ക് 2 ദിവസം 32 കിട്ടാൻ വേണ്ടി 16 × 2 ഈസ് ആക്ച്വലി 32.
അതുപോലെ തന്നെ നമുക്ക് 32 എടുക്കുകയാണെങ്കിൽ 32 പേർക്ക് എത്ര ദിവസം? ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് 32, സോ 32 ഇൻറ്റു 1 മാത്രമേ 32 കിട്ടത്തുള്ളൂ. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാം 8 പേർക്ക് 4 days ഈസ് നീഡഡ്. ഓക്കെ, എപ്പോഴും ഒബ്സർവ് ചെയ്യുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഈസ് ആക്ച്വലി എ കോൺസ്റ്റൻറ്റ്. ഇനി ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എ ബൈ ബി ആയിരുന്നു കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മുടെ കേസിൽ എ ബൈ ബി എടുക്കുക, എന്നിട്ട് രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ എ ബൈ ബി കോൺസ്റ്റൻറ്റ് ആകുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദിസ് ഈസ് വൺ മെത്തേഡ്. ഇനി ഇതല്ലാതെ നമുക്ക് ചെയ്യാം ഇതേ പ്രോബ്ലം. സോ സെക്കൻഡ് മെത്തേഡ്, ഓക്കെ, ഇവിടെ നമുക്ക് 2 പേർ 16 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 8 പേർ എത്ര ദിവസം കൊണ്ട് ചെയ്തു? ഇവിടെ 2 ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഒന്ന് നമ്പർ ഓഫ് പേഴ്സൺസ് ആൻഡ് നമ്പർ ഓഫ് ഡേയ്സ്. സോ നമ്പർ ഓഫ് പേഴ്സൺ, നമ്പർ ഓഫ് ഡേയ്സ്. നമ്പർ ഓഫ് പേഴ്സൺ ഈസ് ആക്ച്വലി 2:8. ആദ്യം 2 പേര്, രണ്ടാമത്തേത് 8 പേർ. നമ്പർ ഓഫ് ഡേയ്സ് ഈസ് 2 പേർ 16 ദിവസം കൊണ്ട് ചെയ്യുന്നത്, 8 പേർ എത്ര ദിവസം കൊണ്ട്. സോ ഇവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളതിന് എക്സ് എന്ന് കൊടുത്തു. സോ നമുക്കറിയാം ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നറിയാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുന്ന കേസിൽ നമ്മൾ എപ്പോഴും ഒരു റേഷ്യോസിനെ തിരിച്ച് എഴുതിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ നമുക്ക് എപ്പോഴും 1/, നമ്മുടെ ക്വാണ്ടിറ്റീസ് തമ്മിലാണ് നമുക്ക് റിലേഷൻ ഉള്ളത്. ഓക്കെ, എയും ബിയും തമ്മിലല്ല, 1/എയും 1/ബിയും തമ്മിലാണ് നമ്മൾ ആക്ച്വലി റിലേഷൻ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി തിരിച്ചെഴുതിയതിന്, ഒരു റേഷ്യോ റിവേഴ്സ് ആക്കി എഴുതിയതിന് ശേഷമേ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ആക്ച്വൽ പ്രൊപ്പോർഷണാലിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ തമ്മിലാണ് പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ 1/2:1/8 ഈസ് പ്രൊപ്പോർഷണൽ ടു 16:x എന്നാണ് വരേണ്ടത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകും. നമുക്ക് ഈ ഫസ്റ്റ് പ്രൊപ്പോർഷനെ നമുക്ക് ഇൻറ്റീജേഴ്സ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റായി 16 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 16/2 ഈസ് ടു 16/8 proportional to 16:x. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ഇൻറ്റീജേഴ്സ് ആക്കാൻ വേണ്ടി ചെയ്തതാണ്. സോ 8:2 proportional to 16:x. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുന്നതിൻ്റെ കേസിൽ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ റേഷ്യോസ്, ഒരു റേഷ്യോ നമ്മൾ റിവേഴ്സ് ആക്കി എഴുതിയിട്ട് വേണം പ്രൊപ്പോർഷണാലിറ്റി യൂസ് ചെയ്യാൻ. സോ വിച്ച് ഇംപ്ലൈസ് 8/2 is equal to 16/x. Cross multiply ചെയ്യുമ്പോൾ 8x is equal to 16 into 2. ഇങ്ങനെ മൾട്ടിപ്ലൈ, ഇങ്ങനെ 16 into 2 is 32. So 8 is actually 32/8. Sorry, x is equal to 32/8, which is equal to 4. Okay, so 4 ദിവസം മതി 8 പേർക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഇവിടെ ഒബ്സർവ് ചെയ്യേണ്ട ഒരു ഫാക്ടർ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ 1/, ക്വാണ്ടിറ്റീസ് തമ്മിലാണ് റേഷ്യോ ഉള്ളത് എന്ന് പ്രത്യേകം ഒബ്സർവ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റേഷ്യോയെ നമ്മൾ റിവേഴ്സ് ആക്കി എഴുതിയതിന് ശേഷമേ പ്രൊപ്പോർഷണാലിറ്റി യൂസ് ചെയ്യാവൂ. ഇതേ പ്രോബ്ലത്തെ നമുക്ക് ആരോ മെത്തേഡ് വെച്ച് ചെയ്യാം. സോ മെത്തേഡ് 2, മെത്തേഡ് 3, which is arrow method. സോ ആദ്യം നമ്മൾ സ്റ്റെപ്പ് 1ൻ്റെ അകത്ത് ഇതുപോലെ തന്നെ നമ്മൾ ടേബിൾ ആക്കുന്നു. എപ്പോഴും ലാസ്റ്റ് കോളമാണ് നമ്മുടെ കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റി. സോ ഇവിടെ നമുക്കുള്ളത് നമ്പർ ഓഫ് മെന്നും നമ്പർ ഓഫ് ഡേയ്സുമാണ്. ടേബിൾ ആക്കുന്നു, which is actually 2, 8, which is actually 16 and x. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അടുത്തത് റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ റിലേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു ഫാക്റ്റ്, ഇവിടെ നമ്പർ ഓഫ് മെന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം മെൻ കൂടുമ്പോൾ ഡേയ്സ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളതിനെ തിരിച്ചാണ്, ഡേയ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ
നമ്പർ ഓഫ് മെന്നിൻ്റെ കാര്യം ഡിക്രീസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി ഡിക്രീസിങ്. ഓക്കെ, 8 നിന്ന് 2 ആകുന്നു, വിച്ച് മീൻസ് ദിസ് ഈസ് ആക്ച്വലി ഇൻക്രീസിങ് എന്ന രീതിയിൽ വേണം റേഷ്യോ എഴുതാൻ. സോ ദിസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. ഇനി ആരോയുടെ ഫോമിൽ നമ്മൾ പ്രപ്പോർഷൻ എഴുതുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 3. ഓക്കെ, ആരോയുടെ ഫോമിൽ, ദാറ്റ് ഈസ് 8:2 proportional to 16:x, which implies നമ്മൾ 8/2 is equal to 16/x എന്ന് കിട്ടും, which implies ഓൾറെഡി ചെയ്തു x is equal to 4 എന്ന് കിട്ടും. ഇങ്ങനെയും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം.